പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു 2-3 വർഷം ഞാൻ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തിയ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ വിഭ എന്ന് പറയുന്ന ഈ ഒരു സ്കിൻ കെയർ ക്രീമാണ്. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആണിത്. 2 വർഷങ്ങൾക്ക് മുമ്പ് റെഗുലറായിട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിൻ കെയർ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ഞാൻ ഉപയോഗിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഈ വീഡിയോയിൽ. എൻ്റെ 2-3 ട്യൂബും കൂടെ ഉണ്ടായിരുന്നു ഉപയോഗിച്ചത്, അതൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ പോയി. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എന്ന് പറയുന്ന വളരെ പോപ്പുലർ ബ്രാൻഡായ ട്രസ്റ്റഡ് ബ്രാൻഡിൻ്റെ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വിഭ ക്രീം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിലുള്ള ചെറിയ ഡോട്ട്സുകളൊക്കെ റിഡ്യൂസ് ചെയ്യാനും ഒരു ക്ലാരിറ്റി കിട്ടാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെയാണ് ഇത് നമ്മളെ സഹായിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഫോർഡബിൾ ആണ്, 90-100 രൂപയ്ക്ക് താഴെയേ ഉള്ളൂ. ഈ ഒരു ട്യൂബിലാണ് വരുന്നത് കേട്ടോ. ഒരു 1-2 മാസമൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള എന്നാൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു സ്കിൻ കെയർ പ്രോഡക്റ്റാണ്. വളരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. അധികം ഒന്നും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇതിലില്ല. നോർമൽ സ്കിന്നിനാണ് ഇത് സ്യൂട്ട് ആവുന്നത്. ഓയിലി സ്കിന്നിനാണെങ്കിൽ ഇതിൽ വെളിച്ചെണ്ണയുടെ കണ്ടൻറ്റൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പിമ്പിൾസ് വരും. എക്സ്ട്രീം ഡ്രൈ സ്കിന്നിന് സ്യൂട്ട് ആവത്തില്ല, പക്ഷെ നോർമൽ സ്കിന്നിനും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒന്നാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇതിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് ലിക്വറൈസ്, ഇരട്ടി മധുരം, അതുപോലെ തന്നെ കുങ്കുമം, ചന്ദനം, മഞ്ഞൾ, വെളിച്ചെണ്ണ, അങ്ങനെയുള്ള കുറേ ആയുർവേദ ഹെർബ്സുകൾ ചേർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിൻ്റെ ഹെൽത്തിനും ഇമ്പ്രൂവ് ചെയ്യാനും ചില കണ്ടൻറ്റുകൾ അത്രയും നല്ല ആയുർവേദ കണ്ടൻറ്റുകളാണ്. അത് നമ്മളെ സ്കിന്നിനെ കൂടുതൽ ഹെൽത്തി ആക്കാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. വെളിച്ചെണ്ണയിലെ കണ്ടൻറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഒരു സ്കിന്നിനെ നല്ല ഗ്ലോ നൽകി മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ ഇത് സഹായിക്കും. നോർമൽ ടു ഡ്രൈ സ്കിന്നിനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നോക്കാം. ഇതുപോലത്തെ ഒരു ചെറിയ രീതിയിലുള്ളൊരു യെല്ലോ കളറാണ്, ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇതുപോലെയാണ് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്താണ്ട് നോൺ ഗ്രീസിയാണ്, ഒട്ടിപ്പിടിക്കലോ അങ്ങനെയൊന്നുമില്ല. നല്ല രീതിക്ക് ഇത് അബ്സോർവ് ആവും, നല്ല രീതിക്ക് അബ്സോർവ് ആവും. മണം നല്ലൊരു മണമാണ്. എല്ലാവർക്കും ഈ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടണമെന്നില്ല. ആയുർവേദത്തിൻ്റെ ആ സ്മെല്ല് എനിക്കിഷ്ടമായതുകൊണ്ടാണ്. നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത്. പിന്നെ ഉണ്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്രീസിയാണ്, അതുകൊണ്ട് തന്നെ അബ്സോർവ് ആവാം, പെട്ടെന്ന് അബ്സോർവ് ആവും, നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ. ഡെയിലി നമുക്കിത് ഉപയോഗിക്കാം. ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ സേഫ് ആയിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഇത് രാത്രിയാണ് ഇത് ഉപയോഗിക്കേണ്ടത് കേട്ടോ. സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പം ഞാനിത് കുറേ നാളായി കേട്ടോ ഉപയോഗിക്കുന്നില്ല. ഇപ്പം വേറെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്, അതാണ് ഞാൻ ഫേസിലിട്ട് കാണിച്ചു തരാത്തത്. ആയുർവേദ വേറെ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഇല്ലെങ്കിലും ഇടാം. അതുകൊണ്ടാണ് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. ഇത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇതെന്ന് വെച്ചാൽ രാത്രി ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. പകൽ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും, പക്ഷേ ഇത് രാത്രി ഉപയോഗിക്കുകയാണെങ്കിലാണ് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം ഒരു സ്മോൾ എമൗണ്ട് നമുക്ക് ആവശ്യത്തിന് ഇത്രയൊക്കെ മതിയാവും കേട്ടോ. ഇത്ര എടുത്ത് ഫേസിലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. ഒരു മിനിറ്റെങ്കിലും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം. പിറ്റേന്ന് നമ്മൾ ഫേസ് വാഷ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഓയിൽ സ്കിന്നുകാരാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ രാത്രി ഒരു 2 മണിക്കൂറൊക്കെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയണം കേട്ടോ. കാരണം ചിലപ്പോൾ പിമ്പിൾസ് ഒക്കെ വരും. കുറച്ച് നെഗറ്റീവ് പോയിന്റ് നോക്കാം. ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. ചിലപ്പോൾ ഒരു ലോങ് ടൈം ഒക്കെ വേണ്ടി വരും, ഒരു 3-4, പലർക്കും പല രീതിയിൽ ആയിരിക്കും വർക്ക് ആവുന്നത്. ഇത്രയായാലും ഒരുപാട് കെമിക്കൽ ഒന്നും ഉള്ളതല്ല, നാച്ചുറൽ ആണ്, ഹെർബൽ ആണ്. അതുകൊണ്ട് തന്നെ സമയം എടുക്കും കേട്ടോ. ഇതിന് റിസൾട്ട് കിട്ടാൻ സമയം എടുക്കും. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ക്ഷമ വേണം. എക്സ്ട്രീം ഡ്രൈ സ്കിന്നിനും അതുപോലെ തന്നെ ഓയിലി സ്കിന്നിനും ഇതത്ര സ്യൂട്ടല്ല. ഡ്രൈ സ്കിന്നിന് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. പിന്നെ വന്നിട്ട് എല്ലാവർക്കും ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടണമെന്നില്ല. ആയുർവേദ സ്മെല്ലാണ്, എനിക്കിഷ്ടമായതുകൊണ്ട് ഓക്കെ, പക്ഷെ എല്ലാവർക്കും ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടണമെന്നില്ല. ഇതൊരു വൈറ്റ്നസ് ഫെയർനെസ് ക്രീം അല്ല, ഇതൊരു സ്കിൻ കെയർ ക്രീമാണ്, ആയുർവേദ ക്രീമാണ്. അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടി സ്കിൻ നല്ല വെളുക്കും എന്നുള്ള ഒരു വാങ്ങിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു എക്സ്പെക്ടേഷനോട് കൂടി ആരും പോയി വാങ്ങരുത്. സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെയാണ് സ്കിൻ ഒരു ഗ്ലോ വരാനും കുറച്ചൊന്ന് ബ്രൈറ്റ് ആവാനും ഒക്കെ ഇത് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും.
പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പിഗ്മെന്റേഷൻ ഉണ്ട്, വലിയ രീതിക്കുള്ള ബ്ലെമിഷസും പിഗ്മെന്റേഷനും ആണെങ്കിൽ ഇതൊരിക്കലും ആ പിഗ്മെന്റേഷൻ ഒന്നും ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. അതാണ് ഞാനിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ ഭാഗത്തും നല്ല രീതിക്കുള്ള പിഗ്മെന്റേഷൻ ഉണ്ട്. അപ്പം അതിന് ഇത് ഓക്കെ അല്ല. ഒരു പിഗ്മെന്റേഷനും ബ്ലെമിഷസും ഒക്കെ ഒരുപാടുള്ളതൊന്നും ഇത് ഇതാക്കത്തില്ല. പിന്നെ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ ഇതൊരു മൈൽഡ് മോയ്സ്ചറൈസർ ആയിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് വെരി ഡ്രൈ സ്കിന്നിന് ഇത് ഓക്കെ അല്ല എന്ന്. പക്ഷെ ഇതിൻ്റെ കൂടൊപ്പം അവർക്ക് വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസറും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ വെരി ഡ്രൈ സ്കിന്നിന് ഓക്കെ ആണ്. പക്ഷെ ഓയിലി സ്കിന്നിനാണെങ്കിൽ ഇതിൽ വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ പിമ്പിൾസ് വരാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇനി ഞാൻ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ നല്ല ഗ്ലോ ആയിരുന്നു, സ്കിൻ നല്ല ബ്രൈറ്റ് ആയിരുന്നു. മെയിനായിട്ട് ഞാൻ അന്നേരം സ്കിൻ കെയറും ഹെൽത്ത് ഒക്കെ നോക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചത്. എനിക്കിതിനൊരു 4 സ്റ്റാർ ഒക്കെ കൊടുക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. കാരണം എൻ്റെ നോർമൽ സ്കിന്നാണ്, സ്കിന്നിന് നല്ല രീതിക്കുള്ള ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ പറ്റി ഇതിന്. ആ സമയത്ത് ഞാൻ പാക്കും ഹെൽത്തി ഫുഡും ഒക്കെ കഴിക്കും. അതിനോടൊപ്പം ഈ സ്കിൻ കെയർ ഈ ഒരു ക്രീമും കൂടെ ആയപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നല്ല രീതിക്ക് തന്നെ ഞാൻ മസാജ് ചെയ്യും, നല്ല രീതിക്കാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ. പിന്നെ ഒരു മാസമൊക്കെ ആയപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ക്രീം തന്നെ വീണ്ടും വീണ്ടും ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ ആദ്യം കിട്ടിയ അത്ര റിസൾട്ട് കിട്ടില്ല കേട്ടോ. ഇപ്പം എനിക്കിത് അത്ര വർക്ക് ആവുന്നില്ല, അതെന്താണോ. ആദ്യം ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിരുന്നു, സ്കിൻ നല്ല രീതിക്ക് ഗ്ലോ ആയി, നല്ലൊരു ബ്രൈറ്റ് ആയി സ്കിൻ, നല്ലൊരു തിളക്കമൊക്കെ ആയിരുന്നു, സോഫ്റ്റ് ആയി സ്കിൻ, നല്ല ഒരു സോഫ്റ്റ് ആയി, നല്ല സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറി. വീണ്ടും വീണ്ടും ഇത് തന്നെ ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ എനിക്ക് അത്ര വർക്ക് ആവുന്നില്ല. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം. ഇതൊക്കെയാണ് പൊതുവിലുള്ള ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ തന്നെ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും വിഭാ ക്രീം വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയിരിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.